ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ച് സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? നാട്ടിൽ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇവിടെ അത് തണുപ്പൊക്കെ കുറഞ്ഞു. വിൻ്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് കടക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു നൈറ്റ് കുക്കിംഗ് വ്ളോഗാണ്. അതൊരു ചെമ്മീൻ മുട്ട ഫ്രൈഡ് റൈസ്. അത് ഒരു ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ മൊബൈലിൽ നോട്ടിലൊക്കെയാണ് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം നോട്ട് വെറുതെ എന്തൊക്കെയാണ് എഴുതിയിരിക്കണത്, പഴയതൊക്കെ എന്തൊക്കെ ഉണ്ടല്ലാത്തതൊക്കെ കളയാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ണിൽപ്പെട്ടത്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് പ്രോൺ എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട്, അത് ഏറ്റവും ലാസ്റ്റിൽ പെട്ടിരിക്കണം. അപ്പം ഞാനത് കണ്ട് വായിച്ച് നോക്കിയപ്പോൾ കൊള്ളാമല്ലോ, വല്ല സാധനം ഇവിടെ ഉണ്ട്. പ്രോൺ മാത്രമേ വാങ്ങണ്ടൂ, അതാണ് 10 മിനിറ്റ് കൊണ്ട് വരികയും ചെയ്യും നമ്മൾ ഓർഡർ ചെയ്താൽ. അപ്പോൾ അത് ആദ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. മിനിമം ഒരു അരമണിക്കൂർ വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആവശ്യമുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഒക്കെ ചോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ സാധാരണ ഞാൻ ആ ചോപ്പർ ഇതിലാണ് ചെയ്യാറ്. പക്ഷെ അത് ചാർജില്ല. അത് ചാർജബിളായിട്ടുള്ളൊരു ചോപ്പറാണല്ലോ, അത് ചാർജില്ല. ഇപ്പം ഞാൻ തന്നെ ചോപ്പിംഗ് ബോർഡിൽ ചോപ്പ് ചെയ്തു. ഫൈനായിട്ടങ്ങനെ കിട്ടിയില്ല, എന്നാലും കാരണം അതിൽ പരിചയമില്ല. അപ്പോൾ അതിലിട്ടിട്ട് എളുപ്പത്തിൽ ചെയ്തിട്ടേ നമുക്ക് ആ ഒരു ഇത് വരുന്നില്ല. അപ്പം ഞാനങ്ങനെ ഇതിലൊക്കെ കാണില്ലേ, ഷെഫൊക്കെ ചെയ്യുന്ന മാതിരിയൊക്കെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചതാണ് ചോപ്പിംഗ് ബോർഡിൽ. അത്ര ഫൈനായില്ല. പിന്നെ ഇഞ്ചി അന്നേ കുറേ ചെയ്ത് വെച്ചതുകൊണ്ട് അതുണ്ട് ഫ്രിഡ്ജിൽ. അത് നല്ല ഫൈനായിട്ടിരിക്കുന്നത്. അത് ചോപ്പർ വലിയ മറ്റേ ഒന്നിച്ചിട്ടാക്കിയതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം കേട്ടോ. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതെന്നുള്ളൊരു വീഡിയോ ആണ്. അതിൽ അങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജിഞ്ചറൊക്കെ. പിന്നെ ഒരു പാനിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒലിവ് ഓയിലാണ്. അപ്പോൾ ഒലിവ് ഓയിലിൽ ജിഞ്ചർ, ഗാർലിക്ക്, പിന്നെ സവാള, പച്ചമുളക് ഇതെല്ലാം ഒന്ന് സോട്ടേ ചെയ്യുക. ഒരു കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യുക. എന്നിട്ട് എഗ്ഗ് ഇടുക. 2 എഗ്ഗ് ഞാനിതിലെടുത്ത് വയ്ക്കുന്നത്. 1 ഗ്ലാസ് അരിയിൽ ഉണ്ടാക്കിയ അരിയിലേക്കാണ് 2 എഗ്ഗ് ഇട്ടത്. പിന്നെ ഉപ്പ്. എഗ്ഗ് ഞാൻ വാങ്ങിയത് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് നല്ല ഇതായിരുന്നു, കൺട്രി എഗ്ഗായിരുന്നു, നാടൻ മുട്ട. വേറൊരു ബ്രാൻഡാണ് സാധാരണ വാങ്ങുക, ഇതിപ്പോൾ പുതിയൊരു ബ്രാൻഡാണ്. വലുതാ യെല്ലോന്നില്ലേ, നല്ല കളറും നല്ല ടേസ്റ്റും ആയിരുന്നു. എന്താണെന്നറിയില്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നി എനിക്ക് ഈ നാടൻ മുട്ടയ്ക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും ഇതിൽ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. അതിനൊപ്പം ഇപ്പോഴാണ് മസാലകളൊക്കെ ഞാൻ ചേർത്തിയത്. മല്ലിപ്പൊടി, ജീരകപ്പൊടി, പിന്നെ ഷാജീര, ഒരു തിന്നായിട്ട് ജീരകം പോലെ തന്നെ തിന്നായിട്ടൊന്നും ഉണ്ടാവും ഷാജീര. ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫ്രൈഡ് റൈസ്, ബിരിയാണി മസാലകൾ അതിനൊക്കെ ഉപയോഗിക്കും. മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ, ഗരം മസാല ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിനൊക്കെ ഉപയോഗിക്കാനുള്ള ഈ ഷാജീര. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയും ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല. പിന്നെ അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തെടുത്തിട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. സോയാ സോസ് ഒഴിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് വേണം
അത് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ഇട്ട റൈസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കി റൈസാണ്. അപ്പോൾ ഇത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയപ്പോൾ എന്നെ ഒരു ഗ്ലാസ്സോളം ബാക്കിയപ്പെടുന്നു. അപ്പോൾ അതിലാണ് ഉണ്ടാക്കിയത്. ബസ്മതി റൈസിലാണ് നന്നായിട്ട് ഉണ്ടാവുക, കുറച്ചും കൂടി ഇട്ടോ നന്നായി വളർന്ന് കിട്ടും. ഇതിപ്പോൾ എൻ്റെ പേര് പോലെ തന്നെ അത് സ്റ്റിക്കി റൈസാണല്ലോ. എന്നാലും തെറ്റില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ അരി അങ്ങനത്തെ അരിയാണ്, സ്റ്റിക്കി റൈസാണ്. പിന്നെ ഒരു അലങ്കാരത്തിന് ഭംഗിക്കും വേണ്ടി കുറച്ച് മല്ലി ഇല ഇട്ട് അതൊന്ന് അലങ്കരിച്ചു. പിന്നെ ഞാൻ ഈ എള്ളിടാനാണ് വിചാരിച്ചത്. എള്ളും കൂടി അതിൽ ഇട്ടിട്ടൊന്ന് ഇതാക്കാൻ ചിലപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതിലെന്താ തന്നിരിക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി, എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണ്ടാണ്. അപ്പോൾ അതൊന്നും ചെയ്തില്ല. പിന്നെ സാലഡ് ഉണ്ടാക്കി. അത് തൈരിന് പകരം യോഗേർട്ടാണ്, ഗ്രീക്ക് യോഗേർട്ടാണ് എടുത്തത്. അതിൽ സവാളയും കുക്കുംബറും പിന്നെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ്, പിന്നെ 3-4 ഒലിവ് ഇട്ടു. തക്കാളി ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു അതിന് ഒരു ചേഞ്ച് നോക്കാം, നമുക്ക് ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് നോക്കാം. അതിനൊരു പുളിപ്പുണ്ടല്ലോ, അപ്പോൾ പുളിപ്പും ഇതിൽ കിട്ടും. ഗ്രീക്ക് യോഗേർട്ടിനാണെങ്കിൽ പുളിപ്പില്ല. അപ്പോൾ അതിട്ട് നോക്കിയപ്പോൾ നന്നായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ നൈറ്റ് ഡിന്നർ ടൈം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനപ്പോൾ പ്ലേറ്റിങ്ങൊക്കെ ചെയ്ത് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സമയം അതോട്ടിലിരുന്നിട്ട് ഊഞ്ഞാലാടി ടി വി കാണുകയാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം സ്ഥലം ഇപ്പോൾ ഇവിടെയാണ്. ഇതിലിരുന്നിട്ടാണ് എഡിറ്റിംഗ് ആണെങ്കിലും മൊബൈൽ നോക്കുകയാണെങ്കിലും ടി വി കാണുന്നതൊക്കെ അതിലാണ്. എൻ്റെ ഒരു മോഹമായിരുന്നു. ഒരു കട്ടിലായില്ല, ഊഞ്ഞാലായി. ആട്ടുകട്ടിലിപ്പം ഇതിനെക്കാട്ടിലും ലെങ്ത്ത് വേണമല്ലോ. ഇതിപ്പോൾ 4x2 ഉള്ളൂ. 4 feet and 2 feet. 4 feet ലെങ്ത്തും 2 feet വീതി ആയിട്ടാണ് ഉണ്ടാക്കിയത്. പറഞ്ഞുണ്ടാക്കിച്ചതാണ് ഞാൻ. എൻ്റെ സ്ഥിരം ഒരു കാർപ്പൻ്റർ ഉണ്ട്, അപ്പോൾ അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അതുപോലെ 3 daysനുള്ളിൽ ചെയ്തു തന്നു. പോളിഷൊക്കെ ചെയ്ത് എല്ലാം നന്നായിട്ടുണ്ട്. ചെയ്തൊരു വർക്ക് മനസ്സിലായിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആണ്. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? അതേപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായം പറയൂ, കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയുണ്ട് വ്ളോഗ്, ഇങ്ങനെയുണ്ട് ഫുഡ്, അതെല്ലാം സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും കേട്ടോ. പിന്നെ ഫ്രൂട്ടിലായിട്ട് ഒരു പിങ്ക് ഇതുള്ള ഒരു കൊയ്യക്കയാണ് കിട്ടിയത്. ഇമ്പോർട്ടൻ്റാണ് അത്. പിങ്ക് കഴിക്ക് ഏറ്റവും ഇഷ്ടമാണ്, പിങ്ക് കൊയ്യക്ക. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ താഴ അല്ലേ? പറയൂ, താഴെന്നല്ലേ പറയൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ, ഗുഡ് നൈറ്റ്.